Welcome back to another video. Today I'm going to read a GK, in GK book and tell about that. ഇന്ന് ഞാൻ ഈ ജി കെയിലെ ഇതൊക്കെ വായിച്ചിട്ട് അതായത് ജനറൽ നോളജൊക്കെ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മീനിങ് പറയാം. ഇംഗ്ലീഷാണ് അത് കിട്ടും. ഓക്കെ, അപ്പം ഇന്ന് 3-4 ചാപ്റ്റർ. വൈ ഡു സ്പൈഡേഴ്സ് മേക്ക് വെബ്സ്? അത് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, there are about 40,000 species of spiders. Most of these live on land. അതായത് 40,000 ടൈപ്സ് ഓഫ് സ്പൈഡേഴ്സ് ഉണ്ട്. അതിൽ കൂടുതലുള്ളതും ലാൻഡിലാണ് ജീവിക്കുന്നത്. ബട്ട് ദർ ആർ സം വിച്ച് ലീവ് ഇൻ പോൺസ് ആൻഡ് സ്ട്രീംസ്. അതായത് ചിലത് ഇങ്ങനത്തെ ഉണ്ട്, ഈ വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന അങ്ങനത്തെ സ്പൈഡേഴ്സും ഉണ്ട്. സ്പൈഡേഴ്സ് മേക്ക് വെബ്സ് ഇൻ ഓർഡർ ടു ക്യാപ്ചർ ദ പ്രേ. അതായത് സ്പൈഡേഴ്സ് വെബ് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ അവരുടെ പ്രേയിനെ, അതായത് അവരുടെ തീറ്റേനെ, അതായത് എന്താ പറയുക, അവരുടെ ഇരേനെ പിടിക്കാനുള്ളതാണ്. അതിനായിട്ടാണ് വെബ്സ് ഉണ്ടാക്കുന്നത്. A spider is able to feel the vibrations of the web. അതായത് ഈ വെബിൻ്റെ വൈബ്രേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഈ വല്ല ഇൻസെക്റ്റോ വല്ല അതിൽ കൂടെ പറന്നു പോയാൽ അത് ഒട്ടിയിരിക്കും. അപ്പോൾ ആ വൈബ്രേഷൻ സ്പൈഡറിന് മനസ്സിലാവും. ആൻഡ് ദെൻ റൺസ് ക്വിക്ക്ലി ടു ക്യാച്ച് ഇറ്റ്. അപ്പോൾ ഇത് പെട്ടെന്ന് അതിനെ പിടിക്കാൻ വേണ്ടി ഓടും. അറ്റ് ദ ടിപ്പ് ഓഫ് ദ അബ്ഡമൻ, അതായത് അബ്ഡമൻ്റെ ടിപ്പിൽ the spider has 6 cone-shaped nostrils called spinnerets. അബ്ഡോമൻ്റെ ഏറ്റവും അറ്റത്ത് സ്പൈഡറിന് 6 കോൺ-ഷേപ്ഡ് നോസിൽസ് ഉണ്ട്. അതിനെ പറയുന്നതാണ് സ്പിന്നററ്റ്സ്. These spinnerets produce a ഫൈൻ സിൽക്ക് ത്രെഡ്. അതായത് ആ സ്പിന്നററ്റ്സ് ഒരു സിൽക്ക് ത്രെഡ് ഉണ്ടാക്കും. വിച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇറ്റ്സ് ലെഗ് ദ സ്പൈഡർ ഡ്രോസ് ഔട്ട് ദ ത്രെഡ്. അതായത് അതിൻ്റെ കാല് കൊണ്ട് ആ ത്രെഡിനെ ഉണ്ടാക്കും. Attaches it to branches and gradually shaped it into a web. അപ്പോൾ അതിനെയാണ് കുറച്ചുകൂടെ ഇതാക്കിയിട്ട് വെബ്സ് എന്ന് പറയുന്നത്. Some of these threads are sticky. ചില വെബ്സ് സ്റ്റിക്കിയാണ്. സ്റ്റിക്കി എന്ന് വെച്ചാൽ എന്തുവാ, ഒട്ടുന്നതാണ്. while others simply provide support to the web. ചിലതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഈ വെബിനെ സപ്പോർട്ട് ചെയ്യും. The most common design formed is a series of circles of the silk attached to an outer frame. അതായത് ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കണതെന്ന് വെച്ചാൽ സർക്കിളിൽ സിൽക്ക് ഒരു ഫ്രെയിമിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് തന്നെ ഇങ്ങനെ വന്നിട്ട് അതിൽ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് വെബ് ഇങ്ങനെ വരിക, എന്നിട്ട് ഇങ്ങനെ അതേപോലെ അത് തന്നെ. പക്ഷെ എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ അതാണ് പറയുന്നത്. This is known as the orb web. ഇതിനെ ആണ് orb web എന്ന് പറയുന്നത്. orb, ORB web.
spiders make tubular webs. Private pirate spiders make web shelters in which they wait for their prey. അതായത് പൈററ്റ് സ്പൈഡേഴ്സ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സ്പൈഡേഴ്സ് ഒക്കെ ഷെൽട്ടറിനകത്ത് പ്രേയിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എ കപ്പ് ഷേപ്ഡ് വെബ് ഈസ് മെയ്ഡ് ബൈ ദ വാട്ടർ സ്പൈഡർ. കപ്പ് പോലെ ഇരിക്കുന്ന കപ്പിൻ്റെ ഷേപ്പിലുള്ള വെബ് ഉണ്ടാക്കിയിരിക്കുന്നത് വാട്ടർ സ്പൈഡർ ആയിരിക്കും. It is filled with air so that the spider may breathe underwater. അത് ഫുള്ളും എയർ വെച്ച് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ സ്പൈഡറിന് അണ്ടർ വാട്ടറും ബ്രീത്ത് ചെയ്യാൻ പറ്റും. One thread of the spider's silk is twice as strong as steel. സ്പൈഡറിൻ്റെ സിൽക്ക് ഈ twice as strong as steel. അതായത് സ്റ്റീലിൻ്റെ 2 ഗുണം കൂടുതൽ പവർഫുള്ളാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം പക്ഷേ അതേ സമയത്ത് ഇറ്റ് ഈസ് 250 times finer than human hair. അതായത് അതേപോലെ 250 times finer than humans hair. അതായത് ഹ്യൂമൻ്റെ നമ്മുടെ ഹെയർ ഉണ്ടല്ലോ അതിനെക്കാട്ടി 250 times നല്ലതാണ്. അതായത് കുറച്ചുകൂടെ തിക്കറാണ്, അതായത് സ്ട്രോങ് ആണ്. അടുത്ത ചാപ്റ്റർ അല്ല, ബിറ്റ്സ് ഓഫ് ഫാക്ട്. Wolf spiders don't make webs. Instead, they chase their prey and run it down the way wolves do. Wolf spiders often prowl in the dark. They have 8 eyes help them see. അടുത്ത ചാപ്റ്റർ. Why do woodpeckers peck wood? Woodpeckers peck wood in order to get the insects hiding underneath the bark. Woodpeckers ഇങ്ങനെ വുഡിനെ കൊത്തണ എന്തെന്ന് വെച്ചാൽ അതിനകത്ത് ഇൻസെക്ട്സ് ഒക്കെ അതിന് കിട്ടും. ആ ബാർക്കിനകത്ത് ഇരിക്കുന്ന കിട്ടും. ബാർക്ക് എന്ന് വെച്ചാൽ ഈ മരം ഉണ്ടല്ലോ അതിൻ്റെ ആ ട്രങ്കിൻ്റെ അകത്തൊരു പൊടി പോലെ ഉണ്ട്. അതിനെയാണ് പറയുന്നത് ബാർക്ക്. പൊടിയല്ല, മനസ്സിലായല്ലോ, മറ്റേ കുത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുമല്ലോ, അത് തന്നെ. Woodpeckers have an extremely acute hearing and are capable for hearing bugs crawling around under bark. അതായത് വുഡ്പെക്കേഴ്സിന് കേൾക്കാനുള്ള ഭയങ്കര ഒരു ഇതുണ്ട്, എന്തുവാ, ശക്തിയുണ്ട്, അബിലിറ്റി ഉണ്ട്. അപ്പം വല്ല വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ അതിന് മനസ്സിലാവും. അത് ഈ വല്ല ഇൻസെക്ട്സ് ഒക്കെ അനങ്ങുവാണെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻസ് ഒക്കെ മനസ്സിലാവും. Powerful muscles and a tough will are necessary to produce the tremendous force needed to break through the bark. Besides, the woodpecker has strong, grasping feet, 2 toes pointed forward and 2 backwards that work together with the stiff tail feathers, allowing the bird to position itself for its strenuous pecking. After the hole is drilled into the tree, അതായത് ആ ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് how does the woodpecker get the bug out? അപ്പം എങ്ങനെയാണ് ആ
ബഗിനെ വെളിയെടുക്കുന്നത്. It can't grab it with its bill because the bill is same size as the hole. അതിന് ബില്ല് കൊണ്ട് എന്തായാലും എടുക്കാൻ പറ്റൂല. എന്തെന്ന് വെച്ചാൽ ബില്ല് ഈ ഹോളിൻ്റെ അത്രയും തന്നെ വലുതാണ്. What it does is that it inserts its long, അതായത് എപ്പോഴെങ്കിലും അത് അതിൻ്റെ ലോങ്നെസ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് നടക്കും? സ്റ്റിക്കി ടങ്, അതിൻ്റെ എന്തുവാ സ്റ്റിക്കി എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കുന്ന ടങ്, which is 3 times longer than its bill. അതിൻ്റെ ബില്ലിനെ കാട്ടി 3 ഗുണം കൂടുതൽ വലുതാണ്. Into the hole to catch the insects, pull it out and eat it. അതായത് ഈ ഹോളിനകത്ത് അതിൻ്റെ ടങ് ഇട്ടിട്ട് ഇൻസെക്റ്റിനെ അതിനകത്ത് വെച്ചിട്ട് അതിനെ തിരിച്ച് വലിച്ച് അതിനെ കഴിക്കും. അങ്ങനെയാണ് ഇത് വുഡ് പെക്കേഴ്സ് വുഡ് കൊത്തണത്. Bits of fact. A gila woodpecker escapes the heat of the desert by making a nest inside the giant saguaro cactus plant, which is the largest of cacti. The temperature inside is 30 degrees cooler. അതായത് ഗില വുഡ്പെക്കർ എന്ന് പറയുന്നത് ഈ ഡെസേർട്ടിൻ്റെ ഹീറ്റിനെ മാറ്റി ഒരു നെസ്റ്റ് ഉണ്ടാക്കും ഈ ജൈൻറ്റ് സുഗുവാറോ കാക്ടസ് പ്ലാന്റിൻ്റെ അകത്ത്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ഓൾ കാക്ടസ്. അതായത് എല്ലാ കാക്ടസിൽ നിന്നും ഏറ്റവും വലുത് ഇതാണ്, ഈ എന്തുവാ സുഗുവാറോ കാക്ടസ് പ്ലാന്റ്, അതായത് ജൈൻറ്റ് സുഗുവാറോ കാക്ടസ് പ്ലാന്റ്. ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ഈസ് 30 ഡിഗ്രി കൂളർ. അതായത് ഈ നോർമലി ഇവിടെയൊക്കെ ഉള്ളതിനെക്കാട്ടി 30 ഡിഗ്രി കൂളറാണ് അതിൻ്റെ അകത്ത് ഈ കാക്ടസ് പ്ലാന്റിൻ്റെ അകത്ത്. അപ്പം ആ ചാപ്റ്ററും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഇത് കഴിഞ്ഞു. പക്ഷേ ഇനി അതായത് ഇത് എന്തുവായിരുന്നു, നാച്ചുറൽ വേൾഡ് എന്നുള്ളതിന് പിന്നെ അത് കഴിഞ്ഞ് വേറെ വേറെ പാർട്ടായിട്ട് വരും. അമേസിങ്, ജനറൽ നോളജ്. ഇത് ജനറൽ നോളജ് തന്നെയാണ്, പക്ഷെ കറക്റ്റ് ജനറൽ നോളജ് ഇതല്ല. അതായത് ജനറൽ നോളജ് തുടങ്ങുന്നത് ഈ ബുക്കിൻ്റെ പേരാണ് ടെൽ മി വൈ. ഇത് നിങ്ങൾ മേടിച്ചിട്ട് നോക്കുക, അതിനകത്ത് കാണും. ഓക്കെ, അടുത്ത വീഡിയോയിൽ അത് മേടിച്ച് വെച്ചു. അടുത്ത വീഡിയോ നാളെ തന്നെ വരും, പക്ഷെ കാണുന്നത് മേടിച്ചിട്ടായാലും മതി. നേരത്തെ കണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ ചെയ്തു. അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.